എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ളവരൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവരെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് തന്നെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണുമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യേണ്ടത് അവരെല്ലാം ഇമെയിൽ ഐ ഡിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. അവരുടെ ഫോണിൻ്റെ ചാർജും അതുപോലെ തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള റിയൽ ടൈം ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ട്രിക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇന്ന് കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ നമ്പർ പുറത്ത് പോകാണ്ട് തന്നെ അൺനോൺ നമ്പറിൽ നിന്ന് കോൾ ചെയ്യണം, ഫേക്ക് നമ്പറിൽ നിന്ന് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ ട്രിക്കുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? പറഞ്ഞുതരാം. globephone.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നിന്ന് കോൾ ആണെന്നുണ്ടെങ്കിൽ കോൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആരെയാണോ വിളിക്കേണ്ടത് അവരുടെ നമ്പർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് പറ്റിക്കണം, അപ്പോൾ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കോൾ ചെയ്യാനായിട്ട് പറ്റും. കോൾ കണക്ട് ആയി കഴിയുന്ന സമയത്ത് ആ ആൾക്ക്, അതായത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന് വരുന്നത് +3+1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് നമ്പറിൽ നിന്നായിരിക്കും. ആർക്കും ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അടി എരന്ന് വാങ്ങേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടും ഓഫീസിലുള്ളവരായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തും ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ആ വഴക്കുണ്ടാക്കുന്ന സമയത്തെല്ലാം വലിയ പാരഗ്രാഫ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അയക്കാനായിട്ട്. എന്നാൽ അടിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നും അയക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബാക്ക് സ്പേസിൽ ഇങ്ങനെ അമർത്തി എല്ലാം മാറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ബാക്ക് സ്പേസ് ബട്ടണില്ലേ, അതിലൊന്ന് ഹോൾഡ് ചെയ്തൊന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ തവണ കിട്ടാനൊന്നും പോകുന്നില്ല, പക്ഷേ 2-3 തവണ ട്രൈ ചെയ്യുമ്പോൾ ഈ ട്രിക്ക് വർക്കാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് അയക്കാതിരിക്കുകയും നിങ്ങളുടെ ബ്രേക്കപ്പിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഓക്കെ, ഇനി ജിമെയിൽ. നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 1 വർഷം 2 വർഷമൊക്കെ പഴക്കമുള്ള മെയിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അതെടുക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ജസ്റ്റ് ജിമെയിലിൻ്റെ മേളിലായിട്ട് പോയിട്ട് ഓൾഡർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് _, എന്നിട്ട് താൻ, എന്നിട്ട് ഒരു സെമി കോളനും ഇട്ടിട്ട് എത്ര വർഷമാണോ വേണ്ടത് അത് ജസ്റ്റ് ആ നമ്പർ കൊടുക്കുക, എന്നിട്ട് വൈയും കൂടി കൊടുക്കുക. വൈ ഇയറിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് 1 വർഷം പഴക്കമുള്ളയും 2 വർഷം പഴക്കമുള്ളയും 3 വർഷം പഴക്കമുള്ള മെയിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അടിപൊളി ട്രിക്കാണ്. കൂട്ടുകാർ കൂടി പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി രക്ഷപ്പെടുത്തണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചെയ്യാറെന്താണ്? വാട്സപ്പിനെ മിനിമൈസ് ചെയ്തിട്ട് ക്രോമിലേക്ക് പോയി അത് സെർച്ച് ചെയ്തിട്ട് ആ പാരഗ്രാഫിനെ മൊത്തം കോപ്പി ചെയ്തെടുത്തതിന് ശേഷം വാട്സപ്പിലേക്ക് തിരിച്ചു വന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് ഭയങ്കര വലിയ ജോലിയുണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങളുടെ വാട്സപ്പിനെയാണോ നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അതിനെ ഒന്ന് റീസെൻറ്റ് ആപ്സിലേക്ക് എടുത്തിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുക്കുക. അങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുത്തിട്ട് ജസ്റ്റ് താഴത്തെ സ്ക്രീന് നിങ്ങൾ ക്രോം എടുക്കുക. ക്രോം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു പാരഗ്രാഫാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യും പോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവച്ചാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, സീ യു, ലവ് യു ഗൈസ്.